പിന്നെ ഒരു 10 days പ്രോസസ്സ് നമ്മൾ നോക്സിലെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഡ്രിങ്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പറയുന്ന ഒരാളാണെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. എനിക്ക് ടൈം തന്നത് രാവിലെ 8 മണിക്കാണ്, 8 AM ആണ്. സോ ഐ വിൽ ഹാവ് ടു റിപ്പോർട്ട് ബൈ 7:30. അവർ ഇൻഫോം ചെയ്തായിരുന്നു, അരമണിക്കൂർ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, ഹെവി മീൻസ് നോൺ വെജ് കാര്യങ്ങളൊന്നും കഴിക്കാണ്ട് വെജിറ്റേറിയൻ മീല് കഴിച്ചിട്ട് വരാനുള്ള ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു യൂബറൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം രാവിലെ പോകണല്ലോ. ഒരു 6:45 AM ഞാൻ യൂബർ ഷെഡ്യൂൾ ചെയ്തു, യൂബർ വന്നു. അപ്പം അതെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ നടന്നു. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മുടി ട്രിം ചെയ്യാനോ ഒന്നും ചെയ്യരുത്. എങ്ങനെയാണോ കണ്ടീഷൻ വളർന്നിരിക്കുന്ന മുടി അതുപോലെ തന്നെ അങ്ങനെ തന്നെ വരിക. നമ്മുടെ അപ്പോഴത്തെ കണ്ടീഷനിലുള്ള കുറച്ച് ഫോട്ടോസ് അവർ എടുക്കും, നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഫോട്ടോസ്. ആ ഫോട്ടോസ് എടുത്തു. പിന്നെ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ഹെയർ ലൈൻ മാർക്ക് ചെയ്ത് എനിക്ക് 4 ഫിംഗേഴ്സ്, നമ്മുടെ ഫോർഹെഡിന് ഒരു 4 ഫിംഗേഴ്സ് വരുന്ന രീതിക്കാണ് നമ്മുടെ ഹെയർ ലൈൻ അവർ മാർക്ക് ചെയ്യുന്നത്. ഹെയർ ലൈൻ മാർക്ക് ചെയ്ത് നമ്മളെ കാണിക്കും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കും. പിന്നെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൗൺ ഏരിയ ഒരിക്കലും നമുക്ക് ബൈ ബർത്ത് വന്നൊരു മുടി പോലെ അത്രയും ഡെൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ചെയ്യുന്നത്, അതായത് നമുക്ക് ഡെൻസ് കൂട്ടി ചെയ്യുന്നത് ഈ ഫ്രണ്ട് പോർഷനിലായിരിക്കും ഡെൻസ് കൂട്ടി ചെയ്യുന്നത്. ക്രൗൺ ഏരിയ വന്നിട്ട് മീഡിയം ഡെൻസ്, ഹൈ ഡെൻസിറ്റിയിൽ ഫ്രണ്ട് ചെയ്യും, മീഡിയം ഡെൻസിറ്റിയിലായിരിക്കും ബാക്ക് ചെയ്യുന്നത്. ഡോക്ടർ എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു, എനിക്ക് ബാക്കിൽ കുറവായിരിക്കും എന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനോട് ക്ലിയർ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഡോക്ടർ പറഞ്ഞു അത് കവർ ഇപ്പോഴത്തെ കണ്ടീഷൻ ആയിരിക്കില്ല, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മുടി ഉണ്ടാവും, പക്ഷെ അത് അത്രയും ഒരു ഹൈ ഡെൻസിറ്റിയിൽ നമുക്ക് ബൈ ബർത്ത് ഗോഡ് ഗീവൺ ആയിട്ടുള്ളൊരു കാര്യം ആയിരിക്കില്ല. എന്തായാലും നമ്മൾ എടുത്തു വെക്കുന്നതാണ്, നമ്മുടെ മുടി തന്നെയാണെങ്കിലും അത് എടുത്തു വെക്കാനായിട്ട് അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഡെൻസ് വരും, ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ ചീകി നമുക്ക് ബാക്കിലേക്ക് വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഫൈൻ. ഹെയർ ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്തു, ഹെയർ ട്രിം ചെയ്തു. പിന്നെ ഹെയർ ട്രിം ചെയ്തു, ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തതിന് ശേഷം റൂമിലേക്ക്, എനിക്ക് സർജറി റൂമിലേക്ക് പോയി. ഫസ്റ്റ് എനിക്കൊരു ടാബ്ലറ്റ് തന്നു ബോഡി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ എനിക്ക് ആൻറ്റിബയോട്ടിക്സ്, നമ്മൾ ട്രിപ്പ് ഇടുന്ന പോലെയാണ്, എന്താ കറക്റ്റ് വേർഡ് പറയുന്നത് എനിക്കറിയില്ല, അതുപോലെ എനിക്ക് ആൻറ്റിബയോട്ടിക്സ് തന്നു. ആൻറ്റിബയോട്ടിക്സ് എനിക്ക് തന്നു 3 ടൈമായിട്ടാണ് തന്നത്. പക്ഷെ 3ാമത്തെ പ്രാവശ്യം തന്നപ്പോൾ ആക്ച്വലി വോമിറ്റിംഗ് ടെൻഡൻസി വന്നു, ഞാൻ വോമിറ്റ് ചെയ്യുകയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞു ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ, അത് ആൻറ്റിബയോട്ടിക്സ് കയറുന്നതിൻ്റെ പ്രശ്നമാണ്, അത് നോർമലാണ്, കുഴപ്പമില്ല. മെയിൻ തിങ്, നമ്മളിപ്പം ഡോണർ ഏരിയയിൽ നിന്ന് നമ്മുടെ മുടി എടുക്കുന്നതോ ഇംപ്ലാന്റ് ചെയ്യുന്നതോ ഒന്നും നമ്മൾ അറിയില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ അറിയുന്ന കാര്യമാണ് നമുക്ക് ഈ ലോക്കൽ അനസ്തേഷ്യ തരുന്നൊരു കാര്യം. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യയുടെ ഒരു ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അലർജി ടെസ്റ്റ്. ലോക്കൽ അനസ്തേഷ്യയുടെ ഒരു അലർജി ടെസ്റ്റ് ഫസ്റ്റ് നമുക്ക് അവർ ഈ ആൻറ്റിബയോട്ടിക്സ് തരുന്നതിന് മുന്നേ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അലർജി ഒന്നുമില്ല. മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനസ്തേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഡോണർ ഏരിയ, ഇവിടെ നിന്ന് മുടി എടുക്കുന്നു. സോ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ, ഇവിടെ ഒരു ഇഞ്ചക്ഷൻ, ദാറ്റ് വാസ് ഇൻ മൈ മൈൻഡ്. നമ്പർ ഓഫ് ഇഞ്ചക്ഷൻസ് ആണ് നമുക്ക് ഈ വയ്ക്കുന്ന ഇവിടെ ഹെയർ ലൈൻസിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കും. ഇവിടെയൊക്കെ പിന്നെയും സഹിക്കാം, പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഈ ചെവിയുടെ ഈ ബാക്കിലെ ഭാഗത്ത് വെക്കുന്നതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഇത് ചെയ്യുക, ഓരോ ഇഞ്ചക്ഷൻ്റെ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് പെയിൻഫുൾ ആയിരിക്കും, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത യൂഷ്വൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് ഡോണർ ഏരിയയിൽ നിന്ന് മുടിയെടുത്തു, ഈ ബാക്ക് സൈഡിൽ നിന്നുള്ളത് മുടിയെടുത്തു, പിന്നെ നമുക്ക് ഈ സൈഡിലെല്ലാം അവർ ഇംപ്ലാന്റ് ചെയ്ത് തരുവാണ് ചെയ്തത്. എല്ലാം നല്ലപോലെ ഇംപ്ലാന്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്, 2:30 മണിയായപ്പോഴത്തേക്ക് ഒരു ലഞ്ച് ബ്രേക്ക് തന്നു, ഒരു 20 മിനിറ്റ്സ് ലഞ്ച് ബ്രേക്ക്. ഫുഡൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തു, അവിടെ നിന്ന് തന്നെ ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 PM വരെ സർജറി കണ്ടിന്യൂ ചെയ്തു. 4 മണിയായപ്പോൾ കഴിഞ്ഞായിരുന്നു. തിരിച്ചു പോകുമ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യം വന്നു. അപ്പോഴത്തേക്കും വൈഫ് വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.